വ്യാപകമായി ഹാൻഡ്ലൂം ഡേ ആചരിക്കുന്ന ദിനാണ് ആഗസ്റ്റ് 7. അപ്പോൾ നമുക്കറിയാം ഈ ആഗസ്റ്റ് 7 എല്ലാ മേഖലയിലും ഈ ആഘോഷം നടന്നുകൊടുക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് ഉണ്ടാവില്ല? അതെ, ജില്ലാ പഞ്ചായത്ത് നിങ്ങൾക്ക് പോണ്ടേ? അതെയോ? അപ്പൊ നമ്മൾ പൊതുവേ വെച്ചാൽ എല്ലാ വർഷവും നമ്മുടെ ഈ ഹാൻഡ്ലൂം ഡേ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയിലെ മഹിളാ വിഭാഗം, മഹിളാ മോർച്ച എല്ലാ വർഷവും ഈ ഖാദി അതായത് ഹാൻഡ്ലൂം ഡേ ആഘോഷിക്കുന്നത്. നമ്മൾ ഓരോരോ മേഖലയിലേക്കാണ് കടന്നു പോയിട്ടുള്ളത്. ഓരോ ഖാദി എവിടെയാണോ ഹാൻഡ്ലൂം ഉള്ളത് അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. മയ്യിലായിക്കോട്ടെ, പിന്നെ ഇത് ലോകനാഥ് വിവോസിലായിക്കോട്ടെ, അങ്ങനെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് പോയിട്ടുള്ളത്. ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആദ്യം ഇവിടെ സന്ദർശിച്ചതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വന്നത് വെച്ചാൽ ഇനി നിങ്ങളെ സന്ദർശിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഉദ്ദേശം നമുക്കറിയാം ഈ ഖാദി മേഖലയിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ സ്ത്രീകളാണ്. 70% ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഈ മേഖലയിൽ, നെയ്ത്ത് തൊഴിലാളി വർക്ക് ചെയ്യുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ നിങ്ങളോട് രാഷ്ട്രീയം പറയാനോ ഒന്നും ഉള്ള ഉദ്ദേശത്തോടെ വന്നതല്ല. നമ്മൾ രാഷ്ട്രീയം പറയാനല്ല, നമ്മുടെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം, നമുക്ക് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമുണ്ട് ഖാദി മേഖലയിൽ തൊഴിലാളികളെ പോയി കാണാം. ഇന്നേ ദിവസം നമ്മുടെ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ആ മേഖലയിലെ പോയിട്ട് ആളെ സന്ദർശിക്കണമെന്നുള്ള കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിങ്ങളെ മുന്നിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ അതായത് ഈ സ്ത്രീകൾ, അതായത് സ്ത്രീകളെ സാമൂഹ്യപരമായിക്കോട്ടെ സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധിയായ പദ്ധതികൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കണം, സാമൂഹികപരമായി ശാക്തീകരിക്കണം, സ്ത്രീകളുടെ ശാക്തീകരണം. ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. 2014 കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അനവധിയായിട്ടുള്ള മാതൃവന്ദന കൊണ്ടുവന്നിട്ടുണ്ട്, സുകന്യ സമൃദ്ധി യോജന കൊണ്ടുവന്നിട്ടുണ്ട്, ഉജ്ജ്വൽ യോജന കൊണ്ടുവന്നിട്ടുണ്ട്, മുദ്രാ ലോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ സ്ത്രീകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. നമുക്കറിയാം മാതൃവന്ദന പദ്ധതി എന്താണ്? ഗർഭിണികൾക്ക് ആദ്യ പ്രസവത്തിൽ 6000 രൂപ, രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ആണെങ്കിൽ രണ്ടാം പ്രസവത്തിലും നമുക്ക് 6000 രൂപ ലഭിക്കുന്നുണ്ട്. പിന്നെ സുകന്യ സമൃദ്ധി യോജന നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരമ്മ ഗർഭിണിയായിരിക്കണേ, സാധാരണ രീതിയിൽ